MSME രജിസ്ട്രേഷൻ എടുക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താണ്? MSMEയിൽ തന്നെ നമുക്ക് മൈക്രോ, സ്മോള്, മീഡിയം 3 കാറ്റഗറി ഓഫ് എന്റർപ്രൈസസ് ആണുള്ളത്. അതിൽ തന്നെ മൈക്രോ എന്റർപ്രൈസ് അല്ലെങ്കിൽ സ്മോൾ എന്റർപ്രൈസ് ആണെങ്കിൽ, മൈക്രോ എന്റർപ്രൈസ് എന്ന് പറയുമ്പോൾ അവിടെ മൈക്രോ ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മുടെ പ്ലാന്റ് ആൻഡ് മെഷീനറി അല്ലെങ്കിൽ എക്യുപ്മെന്റിലുള്ള ഇൻവെസ്റ്റ്മെന്റ് 2.5 കോടി രൂപയിൽ താഴെയാണെങ്കിലാണ് മൈക്രോ എന്റർപ്രൈസ് ആവുന്നത്. അതുപോലെ തന്നെ ടേൺ ഓവർ 10 കോടി രൂപയിൽ താഴെ. എന്നാൽ സ്മോൾ എന്റർപ്രൈസ് ആണെങ്കിൽ നമ്മുടെ പ്ലാന്റ് ആൻഡ് മെഷീനറിയിലെ ഇൻവെസ്റ്റ്മെന്റ് 25 കോടി രൂപയിൽ താഴെയും അതുപോലെ തന്നെ ടേൺ ഓവർ 100 കോടി രൂപയിൽ താഴെയും ആയിരിക്കുമ്പോഴാണ് സ്മോൾ എന്റർപ്രൈസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പം മൈക്രോ അല്ലെങ്കിൽ സ്മോൾ എന്റർപ്രൈസ് ആണെങ്കിൽ ഇൻകം ടാക്സിന്റെ സെക്ഷൻ 43BH നിയമം അനുസരിച്ച് നമുക്ക് ഒരു പേയ്മെന്റ് ഇതുപോലെ MSMEക്ക് ഒരു പേയ്മെന്റ് കൊടുക്കാനുണ്ടെങ്കിൽ അത് നമുക്ക് ചെലവായിട്ട് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇത് ആക്ച്വൽ പേയ്മെന്റ് നടത്തിയാൽ മാത്രമാണ് ഇത് നിങ്ങൾക്ക് ചെലവായിട്ട് കാണിക്കാൻ പറ്റുക. അല്ലാത്ത പക്ഷം ഇത് നിങ്ങൾക്ക് പേയ്മെന്റ് നടത്തുന്ന വർഷം മാത്രമാണ് ചെലവായിട്ട് കാണിക്കാൻ പറ്റുക. ഒരു പേയ്മെന്റ് നടത്തിയില്ലെങ്കിൽ ആ വർഷം അത് നിങ്ങളുടെ ഇൻകത്തിന്റെ കൂടെ ആഡ് ചെയ്യുകയും അതിൽ നിങ്ങൾ ടാക്സ് കൊടുക്കാനായിട്ട് ലയബിൾ ആകുകയും ചെയ്യും. ഇവിടെ തന്നെ മൈക്രോ അല്ലെങ്കിൽ സ്മോൾ എന്റർപ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് ട്രേഡേഴ്സിനാണെങ്കിലും നമുക്ക് MSME രജിസ്ട്രേഷൻ എടുക്കാം. എന്നാൽ സെക്ഷൻ 43BH ട്രേഡേഴ്സിന് ആപ്ലിക്കബിൾ അല്ല. ഇവിടെ മാനുഫാക്ചറേഴ്സിനും സർവീസ് പ്രൊവൈഡേഴ്സിനുമാണ് സെക്ഷൻ 43BH ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്.